Dear all, ഈ സെഗ്മെൻറ്റിൽ നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ പരിചയപ്പെട്ടു. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ മൊത്തം പ്രോബബിലിറ്റി ഒരു ഡിസ്ക്രീറ്റ് സെറ്റിൽ അഥവാ ഒരു കൗണ്ടബിൾ സെറ്റിൽ ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഐഡിയ ഉണ്ടായിരുന്നത്. ഓർ ഇൻ അനദർ വേർഡ്സ്, discrete random variables assumes only a countable number of points with probability 1. അല്ലേ? മാത്രമല്ല അതിൻ്റെ അസോസിയേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരുന്നു. അതിന് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടാകും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നതും അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നോക്കിയിട്ടാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഒരു അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ആ റാൻഡം വേരിയബിളിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. നമുക്കതിൻ്റെ പ്രിസൈസ് ഡെഫിനേഷനിലേക്ക് പോകാം. See, this is the definition. A random variable x defined on a probability space omega sp is said to be a continuous random variable if its distribution function cap f is absolutely continuous. That is, if there exists a non-negative function small f such that cap f of x equal to integral minus infinity to x f of t dt for every real number x. ഒരു റാൻഡം വേരിയബിളിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആവണം. അബ്സല്യൂട്ട്ലി കണ്ടിന്യൂറ്റി നമുക്കറിയാം, അബ്സല്യൂട്ട്ലി കണ്ടിന്യൂറ്റിയേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ഫംഗ്ഷൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലായിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആരുടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്? വി ക്യാൻ ഫൈൻഡ് എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ സ്മോൾ എഫ് സച്ച് ദാറ്റ് ക്യാപ് എഫ് ഈസ് ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ എഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ ഈ സ്മോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് ഈ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അഥവാ പി ഡി എഫ് എന്ന് വിളിക്കുന്നത്. ദ ഫംഗ്ഷൻ സ്മോൾ എഫ് ഈസ് കോൾഡ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓർ പി ഡി എഫ് ഓഫ് ദ റാൻഡം വേരിയബിൾ ക്യാപ് എക്സ്. ഓക്കെ, അപ്പോൾ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പി ഡി എഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഹൂസ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഈസ് പ്രിസൈസ്ലി ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സ്മോൾ എഫിന് രണ്ട് ക്വാളിറ്റീസ് ഉണ്ടാവും. ഒന്ന് നോൺ നെഗറ്റിവിറ്റി, രണ്ടാമത്തേത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡി ടി 1 ആയിരിക്കും. കാരണം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് ക്യാപ് എഫ് ഓഫ് ഇൻഫിനിറ്റി ആണ്. ക്യാപ് എഫ് ഓഫ് ഇൻഫിനിറ്റി 1 ആണ്, ബിക്കോസ് ക്യാപ് എഫ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഈ രണ്ട് ക്വാളിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ആക്ച്വലി നമ്മുടെ പി ഡി എഫ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ രണ്ട് ക്വാളിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ഫംഗ്ഷനും ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പി ഡി എഫിനെ റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പി ഡി എഫ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ വെരിഫൈ ചെയ്താൽ മതിയാവും. ഓക്കെ, നൗ ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. എക്സാമ്പിൾസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്ന് കൂടി നോക്കാം. Let x be a continuous random variable with a PDF small f. Then for every Borel set B in script B, what is script B? It is a Borel algebra. Okay, the probability of the event that cap x belongs to B. What is the event that cap x belongs to B? It is a set of all sample points for which x of little omega belongs to B. Okay, probability of this event is given by probability of x belongs to B. ഈ ഇവൻറ്റിനെ സെറ്റ് ബി എന്നും നമ്മൾ എഴുതാറുണ്ട്. നൊട്ടേഷൻ അബ്യൂസ് ചെയ്യാണ് കേട്ടോ. ഇവിടെ എക്സ് ബിലോങ്സ് ടു ബി ഇങ്ങനെ നീട്ടി എഴുതുന്നതിന് പകരം നമ്മൾ സെറ്റ് എക്സ് ബിലോങ്സ് ടു ബി എന്ന് എഴുതും. അതിന് വീണ്ടും ചുരുക്കി നമ്മൾ ജസ്റ്റ് ബി എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അതെല്ലാം നൊട്ടേഷൻസ് ടെക്സ്റ്റിൽ കാണുമ്പോൾ നല്ലപോലെ അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദിസ് ഇവൻറ്റ് ബി മീൻസ് പ്രോബബിലിറ്റി ദാറ്റ് ദ ഇവൻറ്റ് എക്സ് ബിലോങ്സ് ടു ബി means probability of the event set of all sample points for which x of little omega belongs to B. It is given by the Lebesgue integral of small f, that is the PDF function, over that set B. Okay, അപ്പോൾ പ്രോബബിലിറ്റി തരുന്നത് എങ്ങനെയാണ്? ലെബെഗ് ഇൻ്റഗ്രേഷൻ വഴിയാണ്. പി ഡി എഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇനി ബി എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെല്ലാണെങ്കിൽ ആ ഇൻ്റർവെല്ലിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അഥവാ റീമാൻ ഇൻ്റഗ്രേഷനായിട്ട് അവിടെ മാറുകയും ചെയ്യും. അപ്പോൾ പ്രോബബിലിറ്റീസ് ആർ ഗിവൺ ബൈ ലെബെഗ് ഇൻ്റഗ്രൽ ഓഫ് the associated PDF in case of continuous random variable. Okay, so in particular what will happen if this B is of size 0, length 0 or Lebesgue measure 0? So as a remark you may note that if B is a Borel set, let x be a continuous random variable, let x be a continuous random variable with the PDF small f. Okay, and let
and let B be a Borel set of Lebesgue measure 0, of Lebesgue measure 0, that is measure of B equal to 0. Okay, then what about probability of the event x belongs to B? This is given by integral over B of f, that is 0, because Lebesgue integral over a set of measure 0 is 0. Okay, so in particular if B is a singleton set, if B equal to singleton A, then probability that x belongs to B, okay, that means probability of the event x equal to single A, that will be integral of f over the singleton A, that will be equal to 0. Okay, that means if x is a continuous random variable, then probability that x assumes a constant value or a single value, x assumes a particular real number. Okay, a particular real number is 0. Okay, അപ്പോൾ ഇതാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ നിന്ന് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ വേർതിരിച്ച് നിർത്തുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ്റെ ആ പോയിന്റിലുള്ള വാല്യൂ ആണ് തരുന്നത്. പക്ഷേ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ അങ്ങനെയല്ല. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ബൈ ദ PDF. Okay, it is always 0. Why? Because the corresponding probability is given by integrating the PDF over that singleton set. പക്ഷേ സിംഗിൾട്ടൺ സെറ്റിലൂടെ ഉള്ള ലെബെഗ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് 0 ആണ്, ബിക്കോസ് സിംഗിൾട്ടൺ സെറ്റ് ഹാസ് എ മെഷർ 0. ഓക്കെ, ഇതെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി ഇൻ്റർവെല്ലിലൂടെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിലോ, അല്ലെങ്കിൽ വാട്ട് അബൌട്ട് പ്രോബബിലിറ്റി? Also please note this: probability of the event a less than x less than or equal to b. ഇതെന്താണ് വരിക? This will be equal to f of b minus f of a, അല്ലേ? Why? Because this is precisely probability of the event x less than or equal to b minus probability of the event x less than or equal to a, that is f of b minus f of a. ഇത് ഏത് റാൻഡം വേരിയബിൾ ആണെങ്കിലും ഇത് ട്രൂ ആണ്. ഇനി if x is continuous random variable, then probability of all these events a less than x less than or equal to b is same as probability of the event a less than or equal to x less than or equal to b is same as the probability of the event a less than or equal to x less than b is same as probability of the event a less than x less than b, and all are equal to f of b minus f of a. Okay, കാരണം എന്താണ്? Because see, probability, for example, probability of a less than or equal to x less than or equal to b എന്ന് പറയുന്നത് ആക്ച്വലി വരിക it is probability that x less than or equal to b minus probability that x less than or equal to a. കാരണം ഇവിടെ എക്കും ബിക്കും ഇടയ്ക്ക് എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബി വരെയുള്ള ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയിൽ നിന്ന് എ വരെയുള്ള ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി സബ്ട്രാക്ട് ചെയ്ത്, അപ്പോൾ എയും പോയി അവിടെ. അപ്പോൾ അതിനോട് കൂടെ ഏത് ആഡ് ചെയ്യണം? പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു എ കൂടെ ആഡ് ചെയ്താലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി ആദ്യത്തേത് എഫ് ഓഫ് ബി ആണ് മൈനസ് എഫ് ഓഫ് എ ആണ്, പിന്നെ ഉള്ളത് പ്ലസ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു എ ആണ്. പക്ഷേ എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. സോ ദാറ്റ് വിൽ ബി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ ഈ ഒരു ഫാക്ടർ അവിടെ
എഫക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ പ്ലസ് ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിസൈസ്ലി ഗിവൺ ബൈ ദ വാല്യൂ ഓഫ് ദി കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഇൻ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. പക്ഷേ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ ഈ ഫാക്ടർ എല്ലായ്പ്പോഴും 0 ആണ്. അതുകൊണ്ട് എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സ് ഒരു ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ബിലോങ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഇറ്റ് ഈസ് ദ ഡിഫറൻസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് പ്രിസൈസ്ലി ദ ഇൻ്റഗ്രൽ ഓഫ് ദ പി ഡി എഫ് സ്മോൾ എഫ് ഓവർ ദ സെഗ്മെൻറ്റ് എ ടു ബി. ഓക്കെ, look at the problem. The distribution function of a random variable is given by cap f of x equal to this one: 0 if x greater than less than or equal to 0, x if x lies in between 0 and 1, and 1 if x greater than 1. Determine the PDF of cap x and also find the probability of the segment. Okay, ഇവിടെ നമുക്ക് ഈ ക്യാപ് എഫിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഗ്രാഫ് എങ്ങനെ വരും? സി 0 വരെ 0 ആണ്. ഓക്കെ, 0 വരെ 0 ആണ്. 0യിൽ എത്തുമ്പോൾ മാറുന്നുണ്ട്. 0 to 1ൽ അത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണ് അതിൻ്റെ വാല്യൂ തരുന്നത്. 0 to 1ൽ എക്സ് ആയിട്ട് വരും. സോ ദിസ് ഇസ് എക്സ്. ഓക്കെ, 1 മുതൽ അങ്ങോട്ട് പിന്നെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1 ആയിട്ട് മാറും. ഓക്കെ, സോ ദിസ് ഇസ് 1. സോ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപ് എഫ്. ഓക്കെ, നോക്കൂ, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിരിക്കും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ ക്യാപ് എഫ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ഇവിടെ എങ്ങനെ പി ഡി എഫ് കണ്ടുപിടിക്കും? പി ഡി എഫും ക്യാപ് എഫും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ലെറ്റ് എഫ് ബി ദ പി ഡി എഫ്, ലെറ്റ് എഫ് ബി ദ പി ഡി എഫ് ഓഫ് എക്സ്. ദെൻ we have cap f of x is given by indefinite integral of f minus infinity to x, for every x in R. So this means that cap f dash x equal to small f of x. Okay, cap f dash x equal to small f of x almost everywhere. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ wherever small f is continuous. ഓക്കെ, അതായത് ഈ ബ്രേക്കപ്പ് പോയിന്റുകളല്ലാത്തടത്തൊക്കെ നമുക്ക് ഇത് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് സ്മോൾ എഫിനെ കിട്ടും? സ്മോൾ എഫിനെ നമുക്ക് ക്യാപ് എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫോർ സ്മോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ ക്യാപ് എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ എക്സിനെ 0 to 1 എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ബാക്കിയുള്ളിടത്തെല്ലാം 0 ആയിരിക്കും. കാരണം ഇവിടെ 0 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെയും കോൺസ്റ്റൻ്റ് ആണ്. 1ൻ്റെ റൈറ്റ് സൈഡിലും കോൺസ്റ്റൻ്റ് ആണ്, 0യുടെ ലെഫ്റ്റ് സൈഡിലും കോൺസ്റ്റൻ്റ് ആണ്. 0 to 1 ഇടയ്ക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പോൾ 0 to 1 ഇടയ്ക്കാകുമ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1. സോ ദാറ്റ് വിൽ ബി 1 ഇഫ് എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1. ഓക്കെ, ബാക്കി എല്ലായിടത്തും 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ൻ്റെ റൈറ്റ് സൈഡിൽ ഉറപ്പായിട്ടും 0, 0യുടെ ലെഫ്റ്റ് സൈഡിലും ഉറപ്പായിട്ടും 0. 0യിലും 1ലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഡിഫൈൻ ചെയ്യാം. കാരണം അതിൻ്റെ വാല്യൂസ് ഇവിടെ ഈ റാൻഡം വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം അവിടെയുള്ള വാല്യൂസ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആണല്ലോ. അതുകൊണ്ട് തന്നെ എൻ പോയിൻറ്റ്സിന് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അതെങ്ങനെ വേണം ഡിഫൈൻ ചെയ്യാം. അതെന്തായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു? 0 ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യുന്നു. ആ എൻ പോയിൻറ്റ്സിൻ്റെ രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലും, അതായത് 0യുടെ ലെഫ്റ്റ് സൈഡിലും 1ൻ്റെ റൈറ്റ് സൈഡിലും ഡെറിവേറ്റീവ് 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പോയിന്റിലും 0 ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യുന്നു. സോ 0 അതർവൈസ്. ഓക്കെ, സോ ദിസ് ഇസ് ദ കറസ്പോണ്ടിങ് പി ഡി എഫ്. ഇതൊരു സ്റ്റാൻഡേർഡ് പി ഡി എഫ് ആണ്. 0 to 1ൽ 1, ബാക്കിയുള്ളവർക്ക് 0. ആൻഡ് ദിസ് ഇസ് പ്രിസൈസ്ലി ദ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓൺ ദി ഇൻ്റർവൽ 0, 1. ഓക്കെ, നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ പറയാം. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ദിസ് ഇവൻറ്റ്. ഓൾസോ probability of the event 0.4 less than x less than or equal to 0.6. അതെങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ ഒബ്സർവ് ചെയ്തല്ലോ, ഒരു ഇൻ്റർവെല്ലിൽ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾക്ക് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ദ ഡിഫറൻസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അറ്റ് ദ എൻഡ് പോയിൻറ്റ്സ്. അതായത് ക്യാപ് എഫ് വാല്യൂ അറ്റ് 0.6 മൈനസ് ക്യാപ് എഫ് വാല്യൂ അറ്റ് 0.4. അല്ലെങ്കിൽ ഇതിനെ സ്മോൾ എഫിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താലും മതി. 0.4 to 0.6ൽ സ്മോൾ എഫിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വാല്യൂ കിട്ടും. സോ ക്യാപ് എഫ് ഓഫ് 0.6 0.4 കിടക്കുന്നത് 0 to 1 ഇടയ്ക്കാണല്ലോ. അവിടെ ക്യാപ് എഫിൻ്റെ വാല്യൂ എക്സ് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. സോ ഇറ്റ് ഈസ് 0.6 മൈനസ് 0.4, ദാറ്റ് ഈസ് 0.2. ഓക്കെ,
See next one, let cap x has a triangular PDF small f of x equal to x if 0 less than x less than or equal to 1, 2 minus x if 1 less than or equal to x less than or equal to 2, 0 otherwise. Find the distribution function of the random variable x. Also find this probability of this event. Okay. ഇവിടെ ട്രയാങ്കുലർ പി ഡി എഫ് എന്ന് പറയാൻ കാരണം അതിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നോക്കാം, നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. what is f of x? f of x equal to x for 0 less than x less than or equal to 1. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ 0 to 1ൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഓക്കെ, 0 വരെ 0 ആണ്, അതർവൈസ് 0 അതർവൈസ് 0 വരെ 0 ആണ്. 1 to 2ൽ 2 മൈനസ് എക്സ്, 1 to 2ൽ 2 മൈനസ് എക്സ് 1 less than or equal to x less than or equal to 2. 2 മൈനസ്, അപ്പോൾ 1ൽ വാല്യൂ എന്താ വരിക? 1ൽ വാല്യൂ 2 മൈനസ് 1, അതായത് ഇവിടെ തന്നെയാണ് വരിക 1ൽ. 2ൽ വാല്യൂ 2 മൈനസ് 2 ദാറ്റ് ഈസ് 0. അപ്പോൾ 2ലെത്തുമ്പോൾ അത് 0 ആയിരിക്കും വരും. അപ്പോൾ നമുക്കൊരു, പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ 0. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ട്രയാങ്കുലർ പി ഡി എഫ് എന്ന് വിളിക്കുന്നത്. ഇത് പി ഡി എഫ് ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യുകയും ചെയ്യാം. എഫ് എക്സിൻ്റെ വാല്യൂ എന്തായാലും പോസിറ്റീവായിട്ടാണ് കിടക്കുന്നത്. നോക്കൂ, ഗ്രാഫ് എക്സ് ആക്സിസിൻ്റെ മുകളിലാണല്ലോ കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് വാല്യൂസ് എടുക്കുന്നില്ല. മാത്രമല്ല ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി 1 ആണെന്നുള്ളത് ഡയറക്റ്റ് കമ്പ്യൂട്ടേഷനിലൂടെ കാണിക്കാം. അതല്ലെങ്കിൽ ഈ ഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഏരിയ ഓഫ് ദി ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണത് വരിക. ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച് ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ 2 ആണ്, ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. സോ ദാറ്റ് ഈസ് 1. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി എഫ് എന്ന് പറയുന്നത് 1 ആയിട്ട് വരികയും ചെയ്യും. സോ ആക്ച്വലി ദിസ് ഇസ് എ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇനി ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് കാണണം. സോ cap f of x equal to integral minus infinity to x f of t dt. ഇങ്ങനെയാണല്ലോ. This is the formula to compute distribution function, okay, of a continuous random variable. PDF-ൽ നിന്ന് cap f നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ഇങ്ങനെ ഇവിടെ ഈ എക്സിൻ്റെ വാല്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ ആവാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. എക്സിൻ്റെ വാല്യൂ 0 വരെ ആവുമ്പോൾ എന്ത് വരും, അതുപോലെ 0ക്കും 1നും ഇടയ്ക്ക് വരുമ്പോൾ ഈ ഗ്രാഫ് നമുക്ക് ഉപയോഗിക്കണം. 1നും 2നും ഇടയ്ക്ക് വരുമ്പോൾ വേറൊരു ഗ്രാഫാണ്, 2ൻ്റെ റൈറ്റ് സൈഡിൽ വേറെയാണ്. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ കേസസ് ആയിട്ട് തന്നെ എടുക്കണം. എക്സ് 0 വരെ വരുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ, 0ക്കും 1നും ഇടയ്ക്കാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, 1 to 2ന് ഇടയ്ക്കാവുമ്പോൾ 2ൻ്റെ റൈറ്റ് സൈഡിൽ പിന്നെ അത് ടോട്ടൽ 1 ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കേസ് ആയിട്ട് തന്നെ എടുക്കാം. സോ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, okay, so this is case 1. If x less than or equal to 0, here small f equal to 0. Therefore, this implies that cap of x equal to 0 for x less than or equal to 0. Okay. So this is case 1. Case 2, x in the value 0ക്കും 1നും ഇടയ്ക്ക് കിടക്കാം. So 0 less than x less than or equal to 1 ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ എക്സ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ പി ഡി എഫിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണല്ലോ. അപ്പോൾ എക്സ് 0ക്കും 1നും ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് ഇവിടം വരെയുള്ള ഇൻ്റഗ്രേഷനാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. ഇവിടം വരെയുള്ള ഇൻ്റഗ്രേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്. സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇവിടെ 0 വരെ 0 ആണ്. അപ്പോൾ 0 ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആരെ? ഈ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. So it is given by here cap f of x is given by 0 plus, why 0 plus, up to 0 it is 0, okay, plus പിന്നെ 0 to x ൽ ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഈ എഫിനെ അഥവാ എക്സ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ടി എന്ന് ഞാൻ എഴുതട്ടെ, ടി ടി ടി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2. കാരണം ടിയുടെ ഇൻ്റഗ്രൽ ടി സ്ക്വയർ ബൈ 2 ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2. തേർഡ് കേസ് എക്സിൻ്റെ വാല്യൂ 1നും 2നും ഇടയ്ക്ക് വരും, അതായത് ഇവിടെ എവിടെയോ ആണ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഈ ഏരിയ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്. സോ cap f of x ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ടി ഡി ടി. ഇവിടെ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു 0 ആയി, പ്ലസ് 0 ടു 1 പ്ലസ് 1 ടു എക്സ് അല്ലേ. അങ്ങനെ എടുക്കണം. കാരണം എന്താ, 0 ടു 1ൽ ഈ ലൈനാണ്
വരുന്നത് ഗ്രാഫിൽ വരുന്നത്. 1 to എക്സിൽ എന്ന് പറയുമ്പോൾ ഈ പോർഷനാണ് വരുന്നത്. 2 മൈനസ് എക്സിൻ്റെ ഗ്രാഫാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഉപയോഗിക്കുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് വൈ 0 പ്ലസ്, കാരണം അപ് ടു 0 0 ആണല്ലോ. പിന്നെ ഇൻ്റഗ്രൽ 0 to 1 ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, അതായത് അവിടെ എഫ് ടി ആണ്, ടി ഡി ടി പ്ലസ് പിന്നെ 1 to എക്സ് ഈ ഫംഗ്ഷൻ അഥവാ 2 മൈനസ് ടി എ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ടിയുടെ ഇൻ്റഗ്രൽ ടി സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ 0 to 1 പ്ലസ് 2 മൈനസ് ടിയുടെ 2t മൈനസ് ടി സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ 1 to എക്സ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 by 2 പ്ലസ് 2x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 2x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 മൈനസ് 1 by 2. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 by 2 പ്ലസ് 2x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2 മൈനസ് 1 by 2 എന്ന് പറയുമ്പോൾ 3 by 2 മൈനസ് 3 by 2. ഓക്കെ, ദറ്റ് ഈസ് 2x minus x square by 2 1 by 2 minus 3 by 2, that is negative 1. ഓക്കെ, സോ ഇവിടെ ഈ കേസിൽ ക്യാപ്എഫിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ പോളിനോമിയലാണ് വരുന്നത്. ഇനി നാലാമത്തെ കേസ് 4ൽ വെൻ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2, എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ക്യാപ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ടി ഡി ടി എന്ന് പറയുന്നത് എന്ത് വരും? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഇവിടെയാണ് കിടക്കുന്നത്, എവിടെയാണ് എക്സ് കിടക്കുന്നത്. അപ്പോൾ 2ൻ്റെ റൈറ്റ് സൈഡിലാകുമ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് വന്നല്ലോ എന്ന് പറയുമ്പോൾ ടോട്ടൽ വാല്യൂ വന്ന് കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ 0 ആണ്. ഇവിടം വരെ എല്ലാം ആഡ് ചെയ്യണം, എല്ലാ പ്രോബബിലിറ്റീസും ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി 1. ഓക്കെ, വേണമെങ്കിൽ അതിന് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 2 എഫ് പ്ലസ് ഇൻ്റഗ്രൽ 2 ടു ഇൻഫിനിറ്റി സ്മോൾ എഫ് എന്ന് എഴുതാം. മൈനസ് ഇൻഫിനിറ്റി ടു 2 എഫ് എടുക്കുമ്പോൾ തന്നെ അത് 0 ആയിട്ട് ഇവിടം വരെ 0 ആണ്. പിന്നെ 0 to 2ൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് 1 ആയിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ് വിൽ ബി 1 പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അല്ലെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ലാസ്റ്റ് പോയിൻറ്റിൻ്റെ അപ്പുറത്ത് പിന്നെ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്യാപ്എഫിൻ്റെ ഡെഫിനിഷൻ പ്രിസൈസ് ആയിട്ട് ഇപ്പോൾ എഴുതാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് therefore the required CAPF is equal to 0 if x less than or equal to 0. രണ്ടാമത്തെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത് x square by 2 if 0 less than x less than or equal to 1. മൂന്നാമത്തേത് 2x minus x square by 2 minus 1 if 1 less than x less than or equal to 2. 1 if x is greater than 2. So this is the required distribution function. ഇനി നമുക്ക് ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. Next we have to compute probability of the event 0.3 less than x less than or equal to 1.5. ഇതെങ്ങനെ കാണുന്നത്? സോ എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ 2 ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ 2 കോൺസ്റ്റൻസ് or in other words probability of the event that x lies on an interval. ഏത് ടൈപ്പ് ഇൻ്റർവെൽ ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ കിടക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറൻസ് ഓഫ് ദി വാല്യൂസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അറ്റ് ദ റൈറ്റ് ഹാൻഡ് പോയിന്റ് മൈനസ് അറ്റ് ദ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് അല്ലേ? ക്യാപ്എഫിൻ്റെ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ 0.3 to 1.5ൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താലും മതി. പക്ഷേ നമുക്ക് ഇത് ഉപയോഗിക്കുകയാണ് കുറച്ചുകൂടെ സൗകര്യം. ഇവിടെ ഇൻ്റഗ്രേഷൻ ഒഴിവാക്കാൻ പറ്റും. സോ ഇവിടെ 1.5ലുള്ള ക്യാപ്എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 കിടക്കുന്നത് 1നും 2നും ഇടയ്ക്കാണല്ലോ. സോ ഇറ്റ് ഈസ് ഗിവൺ ബൈ ദിസ് എക്സ്പ്രഷൻ. So 2 times 1.5 minus 1.5 square by 2 minus 1, that is a value at 1.5. Value at 0.3. 0.3 കിടക്കുന്നത് 0 to 1 എന്നുള്ള സെഗ്മെൻറ്റിലാണ്. So it is given by x square by 2. So 0.3 square by 2. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. So 3 minus 1.5ൻ്റെ സ്ക്വയർ 2.25 by 2 minus 1 minus 0.3യുടെ സ്ക്വയർ 0.09 by 2. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.83 എന്നുള്ള വാല്യൂ കിട്ടും. സോ 0.83 is the required value, required probability. Okay, so look at this problem. If f of x equal to this function is a PDF, then find the value of the constant k.
ഇത് PDF ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കെയുടെ വാല്യൂ എന്താണെന്ന് കാണണം. ഓൾസോ ഫൈൻഡ് ദിസ് പ്രോബബിലിറ്റി. ഇത് PDF ആയതുകൊണ്ട് തന്നെ PDFൻ്റെ രണ്ട് ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ. അതിൽ രണ്ടാമത്തെ ക്വാളിറ്റി ആയിട്ടുള്ള ടോട്ടൽ പ്രോബബിലിറ്റി 1 എന്നുള്ള ഒരു ഐഡിയയിൽ നിന്ന് നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. ഓക്കെ, സോ സിൻസ് f is a PDF, we have integral minus infinity to positive infinity f of t dt equal to 1. ഇതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി മൈനസ് ഇൻഫിനിറ്റി ടു 1 0 to 1 നോൺ നെഗറ്റീവ് എക്സ്പ്രഷൻ വരുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും 0 ആണ്. അതുകൊണ്ട് ഈ ഇൻ്റഗ്രൽ 0 to 1 നോക്കിയാൽ മതി അല്ലേ. 0 to 1 കെ എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ്, അവിടെ ടി എന്ന് എഴുതാം. ഓക്കെ, കെ ടി ഇൻറ്റു 1 മൈനസ് ടി ഡി ടി ഈക്വൽ ടു 1. ഇത് സിംപ്ലിഫൈ ചെയ്യാം. സോ കെ ടൈംസ് ടി മൈനസ് ടി സ്ക്വയർ ആണല്ലേ. So that means integral 0 to 1 k into t minus t square dt, that is equal to 1. Integrate ചെയ്യുമ്പോൾ t square by 2 minus t cube by 3 between 0 to 1 equal to 1. Substitute ചെയ്യുമ്പോൾ k times 1 by 2 minus 1 by 3 equal to 1. Simplify ചെയ്യുമ്പോൾ k into 1 by 6 equal to 1. So the value of k equal to 6. അപ്പോൾ ഈ സ്മോൾ എഫ് PDF ആവണമെങ്കിൽ കെയുടെ വാല്യൂ 6 ആയിരിക്കണം. ഓക്കെ, സോ ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് പ്രോബബിലിറ്റി ഓഫ് ദിസ് ഇവന്റ് x ഗ്രേറ്റർ ദാൻ 0.3. അതെങ്ങനെ കാണും? Probability of the event x greater than 0.3. Okay, this is given by it is given by 1 minus probability of the complementary event. ഇങ്ങനെ എഴുതാലോ. Okay, because this is the complementary event of this event. അപ്പോൾ കോംപ്ലിമെൻ്ററി ഇവൻറ്റുകളുടെ പ്രോബബിലിറ്റികളുടെ സം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻ്റ് ഇവൻറ്റ്. That is 1 minus, how do we find probability of this event? It is precisely given by distribution function value at 0.3, or it is minus infinity to 0.3 f of t dt. ഓക്കെ, പക്ഷേ സ്മോൾ എഫ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ 0 ആണ്. നോക്കൂ, സ്മോൾ എഫിൻ്റെ ഡെഫിനിഷൻ 0 to 1 നോൺ നെഗറ്റീവ് വരുന്നത്, ബാക്കിയുള്ളിടത്തൊക്കെ 0 ആണല്ലോ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു 0.3 എന്ന് പറയുമ്പോൾ 1 മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെ 0 ആയിപ്പോയി. സോ 0 to 0.3 എഫ് ഓഫ് ടി ഡി ടി. അവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? കെ ഇൻറ്റു അല്ലേ, കെ ടൈംസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്. അതിൽ കെ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അത് കൂടെ കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to 0.3 6 ഇൻറ്റു ടി ഇൻറ്റു 1 മൈനസ് ടി dt. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു. സോ 1 മൈനസ് 6 ടൈംസ് ടി മൈനസ് ടി സ്ക്വയർ, അതായത് ടി സ്ക്വയർ ബൈ 2 മൈനസ് ടി ക്യൂബ് ബൈ 3 ബിറ്റ്വീൻ 0 to 0.3. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 മൈനസ് 6 ടൈംസ് 0.3 സ്ക്വയർ ബൈ 2 മൈനസ് 0.3 ക്യൂബ് ബൈ 3 മൈനസ് 0 കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൊത്തം 0 ആയിപ്പോയി. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ 0.784 എന്ന് വാല്യൂ കിട്ടും. കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത പ്രോബ്ലം ഫോർ ദ PDF f of x equal to this one, x 0 less than or equal to x less than 1, 2 minus x 1 less than or equal to x less than 2, 0 otherwise. That is the triangular PDF. Find the probability of this event. X lies in between 1 by 6 to 7 by 4. എന്ത് ചെയ്താൽ മതി? 1 by 6 to 7 by 4ൽ എഫിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, 1 by 6 to 7 by 4 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, 1 by 6 കിടക്കുന്നത് 0ക്കും 1നും ഇടയ്ക്കാണ്. 7 by 4 കിടക്കുന്നത് 1നും 2നും ഇടയ്ക്കാണ്. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. 1 by 6 to 1 പ്ലസ് 1 to 7 by 4 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ആർ PDF. ഒരു 5 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന് ഏതൊക്കെയാണ് PDF എന്ന് വെരിഫൈ ചെയ്യാനാണ്. അപ്പോൾ PDFൻ്റെ 2 കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഏതൊക്കെയാണ് നോക്കുക. നോൺ നെഗറ്റിവിറ്റി ആൻഡ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി 1 ആവുന്നത് ഏതെല്ലാം ഫംഗ്ഷൻസിനാണോ
എന്ന് നോക്കുക. ആ ഫങ്ഷൻസ് ആണ് PDF ആയിട്ട് വരുന്നത്. ഓക്കെ. See next problem. Show that the function f of x is equal to half into e to the power negative mod x. X lies in between negative infinity and positive infinity. That is, x is any real number. Okay. Show that this is a PDF. Find its distribution function also. ഇത് PDF ആണെന്ന് കാണിക്കണം. ഒപ്പം തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണുകയും ചെയ്യണം. PDF ആണെന്ന് കാണിക്കാൻ PDFൻ്റെ രണ്ട് കണ്ടീഷൻ, അതായത് നോൺ നെഗറ്റിവിറ്റി ഈസ് ക്ലിയർ. ഓക്കെ. ആൻഡ് ഇൻ്റഗ്രൽ -∞ to positive infinity f of x dx equal to 1 എന്നുള്ളത് കൂടെ വെരിഫൈ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണാൻ -∞ to x ൽ ഈ ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കിയാൽ ആ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ. ബാക്കിയുള്ള പ്രോബ്ലംസ്